2-3 വർഷം മുമ്പ് കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 3,65,000 കുട്ടികളാണ് എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിലായിട്ട് 1ാം ക്ലാസ്സിൽ കേരളത്തിൽ അഡ്മിഷൻ എടുത്തത്. ജില്ല തിരിച്ചും അദ്ദേഹം ആ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിളിലൊക്കെ കിടപ്പുണ്ട്, മാതൃഭൂമി പത്രത്തിൽ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതനുസരിച്ച് നോക്കുമ്പോൾ ഈ 3,65,000-ന്റെ ഏകദേശം 25% വരുന്ന 65,000 കുട്ടികളും ജനിച്ചത് മലപ്പുറം എന്ന് പറഞ്ഞ ഒറ്റ ജില്ലയിലാണ്. തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ഇടുക്കി വരെയുള്ള 6 ജില്ലകളിൽ കൂടി ഈ ഇത്രയും ജനസംഖ്യ 63,000 കുട്ടികൾ ജനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കുട്ടികളുടെ എണ്ണം, ഈ 2 വർഷം മുമ്പ് 1ാം ക്ലാസ്സിലുണ്ടായിരുന്ന ആ കുട്ടിക്ക് നിലവിൽ എത്ര വയസ്സുണ്ട്? 7 വയസ്സ്. 11 വർഷം കഴിഞ്ഞ് അവൻ ഒരു നവ വോട്ടറായിട്ട് നിയമസഭയിൽ വോട്ട് ചെയ്യുമ്പോൾ അന്ന് കേരളത്തിലെ നവ വോട്ടർമാരുടെ 25% ഒരൊറ്റ ജില്ലയിലാവുകയാണ്. 2001 സെൻസസ് അനുസരിച്ച് 2008 നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിച്ച് ഡീലിമിറ്റേഷൻ വന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ പന്തളം നിയമസഭാ മണ്ഡലം ഇപ്പോൾ ഇല്ല, കല്ലൂപ്പാറ നിയമസഭാ മണ്ഡലം ഇപ്പോൾ ഇല്ല, കിളിമാനൂർ മണ്ഡലമില്ല, വടക്കേക്കര നിയമസഭാ മണ്ഡലമില്ല. തിരുവിതാംകൂർ മേഖല അല്ലെങ്കിൽ തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ടുള്ള ജില്ലകളിലെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ജില്ലകൾ നിയമസഭാ മണ്ഡലങ്ങൾ പലതും ഇല്ലാതായി. പക്ഷേ 140 എണ്ണത്തിൽ വ്യത്യാസം വന്നില്ല. അതെവിടെ കൂടി? മലപ്പുറത്ത് കൂടി.